ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു പാൽപ്പായസമാണ്. പക്ഷെ സാധാരണ ഉണ്ടാക്കുന്ന പായസത്തിൽ നിന്നും കുറച്ചൊന്ന് വ്യത്യസ്തമായിട്ട് ജീരകശാല റൈസ് വെച്ചിട്ടാണ് ഈ ഒരു പായസം തയ്യാറാക്കി എടുക്കുന്നത്. ഒരു കൈപ്പിടി ജീരകശാല റൈസും 1 ലിറ്റർ പാലും വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ കുറേ വെറൈറ്റി പായസത്തിൻ്റെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ ചാനലിൽ ഇടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി കാണും, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ തന്നെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പായസം തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു കൈപ്പിടി അരി എടുത്തിട്ട് നന്നായിട്ട് കഴുകി ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ നന്നായിട്ട് സോക്ക് ചെയ്യുക. അപ്പോഴായിരിക്കും അരി നന്നായിട്ട് കുതിർന്ന് കിട്ടുക. അരി ഇവിടെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കണം. കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി കൊടുത്താൽ മതി, നന്നായിട്ട് നുറുക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ആ മുഴുവൻ അരിയായിട്ട് തന്നെ പായസത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് കേട്ടോ. നന്നായിട്ട് നുറുക്കിയെടുക്കുക. കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ആകുമ്പോൾ പായസം കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കൈകൊണ്ട് തന്നെ ഒന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. കുക്കറിലാണ് ഈ ഒരു പായസം തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സാധാരണ കറിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കുക്കർ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു 2-3 തവണ കഴുകി എടുത്തിട്ടുണ്ട്. കറിയുടെ ഒരു അംശം പോലും ഉണ്ടാവാൻ വേണ്ടി പാടില്ല, കാരണം പായസം ഉണ്ടാക്കുന്നതല്ലേ. അതുകൊണ്ട് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കുക. ഒരു കൈപ്പിടി അരിക്ക് 1 ലിറ്റർ പാലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വലിയ കുക്കർ ഉണ്ടെങ്കിൽ വലിയ കുക്കറിൽ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ 3 ലിറ്ററിൻ്റെ കുക്കറിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 1 ലിറ്റർ വരെ മാത്രമേ മാക്സിമം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നില്ലെങ്കിൽ 1 കപ്പ് പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് ഞാൻ പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് 1/2 കപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് അടുപ്പിലേക്ക് മാറ്റാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇത് തിളക്കുന്നതിന് കുറച്ച് മുന്നേ തന്നെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. തിളക്കാൻ വേണ്ടി തുടങ്ങണ്ട, അതിന് കുറച്ച് മുന്നേ തന്നെ അടച്ചു വെക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുക്കർ അടച്ചു വെക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇടേണ്ടത്. നന്നായിട്ടൊന്ന് ചൂടാവണം, അങ്ങനെയാണെങ്കിൽ കുക്കറിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് തന്നെ പ്രഷർ കയറുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുക്കർ നന്നായിട്ട് പ്രഷറൊക്കെ കയറിയിട്ടുണ്ട്. ഈ ഒരു ചീന്നുള്ളൊരു സൗണ്ട് ഉണ്ടല്ലോ, അത് കേൾക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ സാധനം കുക്കാവുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഇത് സാധനം കുക്കാവുന്നുണ്ടാവില്ല കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. കുക്കർ അടച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇടാം കേട്ടോ. പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇടാൻ വേണ്ടി പാടില്ല, പിന്നെ മൊത്തത്തിൽ അങ്ങ് തിളച്ചിട്ട് എല്ലാം കൂടി പുറത്തേക്ക് വരും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇടാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 25 മിനിറ്റാണ് ഞാനിപ്പോൾ വെക്കുന്നത്. 25 മുതൽ 30 മിനിറ്റ് വരെ മാക്സിമം വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 25 മിനിറ്റാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നല്ലൊരു പിങ്ക് കളറായിട്ടാണ് വേണ്ടെങ്കിൽ ഒരു 3/4 മണിക്കൂർ വെക്കാം കേട്ടോ. 45 മിനിറ്റ് വരെ വെക്കാം. ഞാനിപ്പോൾ ഇവിടെ 25 മിനിറ്റാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് തനിയെ പോകണം. അതിന് ശേഷം മാത്രമേ കുക്കർ ഓപ്പൺ ചെയ്യേണ്ടൂ കേട്ടോ. അതിനു മുമ്പേ നമ്മൾ തിരക്ക് കൂട്ടിയിട്ട് പ്രഷർ കളയാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല തിക്കായിട്ട് തന്നെയാണ് കേട്ടോ ഉള്ളത്. ഇതിലേക്ക് ഞാനിനി 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ തയ്യാറാക്കാൻ വേണ്ടി പറ്റും. പായസം ഇവിടെ റെഡിയാക്കുന്ന സമയത്ത് ഞാനിവിടെ സൈഡിൽ നിന്ന് ചെയ്തതാണ്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 1 മിനിറ്റ് മാത്രം തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഈ പായസത്തിലേക്ക് നമുക്കൊന്ന് വറുത്തിടാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കാഷ്നട്ടും അതുപോലെ കുറച്ച് കിസ്മിസും ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഈ ഒരു പായസത്തിൽ ഞാൻ ഏലക്കാപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നമ്മുടെ ജീരകശാല റൈസിൻ്റെ ആ ഒരു നല്ല മണം തന്നെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഈ വറുത്തിടലും കൂടി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ച് സമയം കൂടി അടച്ചു വെക്കുക. അപ്പോൾ കുറച്ചുകൂടി തിക്കായിട്ട് കിട്ടും. ഞാൻ ഇങ്ങനെ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പായസം കണ്ടില്ലേ, അരി താഴെയും പാല് മേലെയായിട്ടൊന്നല്ല നിൽക്കുന്നത്, നന്നായിട്ട് യോജിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഉള്ളത്. ഇതുപോലെ നമുക്ക് കുക്കറിൽ എളുപ്പത്തിൽ പായസം ഉണ്ടാക്കിയെടുക്കാം. വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നമ്മൾ കൂടുതൽ സമയം നിന്ന് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, കുക്കറിന് അവിടുന്ന് പായസം റെഡി ആയിക്കോളും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്